എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. ജനുവരി 10, 1935 വ്യാഴം വൈകിട്ട് ദിവ്യകാരുണ്യ ആശീർവാദ സമയത്ത് ഇപ്രകാരമുള്ള ചിന്തകൾ എന്നെ അലട്ടാൻ തുടങ്ങി. ദൈവത്തിൻ്റെ വലിയ കരുണയെപ്പറ്റി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു നുണയോ ഒരു മിഥ്യാദർശനമോ ആയിരിക്കുമോ? കുറച്ചു നേരത്തേക്ക് ഇതേപ്പറ്റി പരിചിന്തനം ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ വളരെ ശക്തവും വ്യക്തവുമായ ഒരു ആന്തരിക ശബ്ദം ഞാൻ കേട്ടു. എൻ്റെ നന്മയെപ്പറ്റി നീ പറയുന്നതെല്ലാം സത്യമാണ്. എൻ്റെ നന്മയെ പുകഴ്ത്തുവാൻ പര്യാപ്തമായ വാക്കുകൾ ഒരു ഭാഷയിലുമില്ല. ഈ വാക്കുകൾ ദൈവത്തിൽ നിന്ന് വന്നതാണെന്ന് ജീവൻ നൽകിയും ധൈര്യപൂർവ്വം പ്രസ്താവിക്കാൻ മാത്രം ശക്തവും വ്യക്തവുമായിരുന്നു. ആ സമയത്തും അതിനുശേഷവും അനുഭവപ്പെട്ടതും ഇപ്പോൾ എന്നെ നിലനിൽക്കുന്നതുമായ സമ്പൂർണമായ സമാധാനം അതിന് തെളിവാണ്. എല്ലാ വിഷമസന്ധികളിലും എതിർപ്പുകളും സഹനങ്ങളും മരണം പോലും തരണം ചെയ്യാനുള്ള വലിയ ശക്തിയും കഴിവും ആ സമാധാനം എനിക്ക് തരുന്നു. ദൈവത്തിൻ്റെ കരുണയെപ്പറ്റി ആത്മാക്കളെ മനസ്സിലാക്കി കൊടുക്കുവാനുള്ള എൻ്റെ പ്രയത്നങ്ങൾ ദൈവത്തിന് പ്രീതികരമാണെന്ന സത്യത്തിൻ്റെ ഒരു ക്ഷണിക ദർശനം എനിക്ക് ലഭിച്ചു. എൻ്റെ ആത്മാവ് വലിയ സന്തോഷത്താൽ നിറഞ്ഞു. ഇതിൽ കൂടുതൽ സന്തോഷം സ്വർഗത്തിലുണ്ടാകുമോ എന്നെനിക്കറിയില്ല. ഓ ആത്മാക്കൾ, ഒരല്പമെങ്കിലും അവരുടെ മനസാക്ഷിയുടെ ശബ്ദത്തെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളെയും ശ്രവിക്കാൻ തയ്യാറായെങ്കിൽ ഞാൻ പറയുന്നു, അല്പമെങ്കിലും. എന്തെന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നാം ഒരിക്കൽ തുറവി കൊടുത്താൽ നമ്മിലുള്ള പോരായ്മകളെല്ലാം അവിടുന്ന് തന്നെ നികത്തിക്കൊള്ളും. പുതുവർഷം 1935. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിസ്സാരമായ കാര്യങ്ങളിൽ പോലും ഇടപെടാൻ ഈശോ ആഗ്രഹിക്കുന്നു. ഞാൻ ഈശോയിൽ നിന്ന് ചിലപ്പോൾ മറച്ചുവെക്കുന്ന എൻ്റെ സ്വകാര്യമായ ആഗ്രഹങ്ങൾ പോലും അവിടുന്ന് നിവൃത്തിയാക്കി തരുന്നു. ഈശോയിൽ നിന്ന് ഒന്നും മറയ്ക്കാൻ സാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. പുതുവർഷത്തിൻ്റെ ആദ്യ ദിവസം ആ വർഷത്തേക്ക് പുതിയ മധ്യസ്ഥരെ കുറിയിട്ടെടുക്കുന്ന പതിവ് ഞങ്ങളുടെ ഇടയിലുണ്ട്. രാവിലെ ധ്യാന സമയത്ത് മുൻ വർഷത്തെ പോലെ ഈ വർഷം കൂടി ദിവ്യകാരുണ്യ ഈശോയെ എൻ്റെ പ്രത്യേക മധ്യസ്ഥനായി ലഭിക്കണമെന്ന് ഞാൻ ഹൃദയത്തിൽ ആഗ്രഹിച്ചു. എന്നാൽ ഈ ആഗ്രഹം എൻ്റെ മണവാളനിൽ നിന്ന് മറച്ചു വച്ചുകൊണ്ട് ബാക്കി എല്ലാ കാര്യത്തെപ്പറ്റിയും ഞാൻ അവിടുത്തോട് സംസാരിച്ചു. പ്രാതലിനായി ഞങ്ങൾ ഊട്ടുമുറിയിലെത്തിയപ്പോൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഞങ്ങളുടെ മധ്യസ്ഥർക്കായി കുറിയെടുത്തു. മധ്യസ്ഥരുടെ പേരെഴുതിയ വിശുദ്ധ ചീട്ട് ഞാൻ മടിക്കാതെ എടുത്തെങ്കിലും ഉടനെ തന്നെ അതിലെ പേര് ഞാൻ വായിച്ചില്ല. കുറച്ച് നേരത്തേക്കുള്ള ആശയടക്കമായി ഞാനത് സമർപ്പിച്ചു. പെട്ടെന്ന് എൻ്റെ അന്തരാത്മാവിൽ ഞാനൊരു സ്വരം കേട്ടു, ഞാനാണ് നിൻ്റെ മധ്യസ്ഥൻ, വായിക്കുക. ഉടനെ തന്നെ ഞാൻ ആ കുറിപ്പിലേക്ക് നോക്കി വായിച്ചു. 1935 വർഷത്തേക്കുള്ള മധ്യസ്ഥൻ, ഏറ്റവും പരിശുദ്ധ ദിവ്യകാരുണ്യം. എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് വിങ്ങി. സിസ്റ്റേഴ്സിൽ നിന്ന് പതുക്കെ തെന്നിമാറി ദിവ്യകാരുണ്യത്തിന് ഒരു ചെറിയ സന്ദർശനം ഞാൻ നടത്തി. ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞു. ആ സമയം മറ്റു സിസ്റ്റേഴ്സിനോടു കൂടി ആയിരിക്കേണ്ടതാണെന്ന് ഈശോ എന്നെ സ്നേഹപൂർവ്വം ഗുണദോഷിച്ചു. ഉടനെ തന്നെ നിയമത്തിൻ്റെ അനുസരണത്തിന് കീഴിൽ ഞാൻ മടങ്ങിപ്പോയി. പരിശുദ്ധ ത്രിത്വം, ഏകദൈവം. സൃഷ്ടികളോടുള്ള, പ്രത്യേകിച്ച് നീച പാപികളോടുള്ള അവിടുത്തെ നിസ്സീമമായ കരുണയിൽ അഗ്രാഹ്യനായ അങ്ങ് മനുഷ്യനോ മാലാഖമാർക്കോ മനസ്സിലാക്കാനോ അളക്കാനോ സാധിക്കാത്ത അവിടുത്തെ കരുണയുടെ ആഴത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളുടെ ഇല്ലായ്മയും നികൃഷ്ടതയും അങ്ങ് ആഴ്ത്തിക്കളഞ്ഞു. ഓ പരമമായ നന്മയെ, ആർക്കങ്ങയെ യഥായോഗ്യം പുകഴ്ത്താൻ സാധിക്കും? അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കുന്ന ഒരാത്മാവിനെ കണ്ടെത്താനാവുമോ? ഓ ഈശോയെ, അപ്രകാരമുള്ള ആത്മാക്കളുണ്ട്, പക്ഷേ വളരെ കുറച്ച് മാത്രം. ഒരു ദിവസം രാവിലെയുള്ള ധ്യാന സമയത്ത് ഞാൻ ഇപ്രകാരം ശ്രവിച്ചു, ഞാൻ തന്നെയാണ് നിന്റെ നിയന്താവ്. ഞാനായിരുന്നു, ഞാൻ ആണ്, ഞാൻ ആയിരിക്കുകയും ചെയ്യും. ദൃശ്യമായ സഹായം നീ ആവശ്യപ്പെട്ടതിനാൽ നീ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിനക്ക് ഒരു നിയന്താവിനെ തിരഞ്ഞെടുത്ത് തന്നു. എൻ്റെ ജോലിക്ക് ഇത് ആവശ്യമായിരുന്നു. അവനെതിരായി നീ ചെയ്യുന്ന എല്ലാ തെറ്റുകളും എൻ്റെ ഹൃദയത്തെ എന്നറിയുക. തന്നിഷ്ടത്തെ പ്രത്യേകിച്ച് സൂക്ഷിച്ചു കൊള്ളുക. ഏറ്റവും ചെറിയ കാര്യം പോലും അനുസരണയോടെ ചെയ്യുക. ഈ വീഴ്ചകൾക്ക് വേണ്ടി എളിമയോടെ ഹൃദയം നുറുങ്ങി ഈശോയോട് ഞാൻ ക്ഷമ ചോദിച്ചു. എൻ്റെ ആത്മീയ പിതാവിനോടും ഞാൻ ക്ഷമ ചോദിച്ചു. പല കാര്യങ്ങൾ തെറ്റായി ചെയ്യുന്നതിനേക്കാൾ ഒന്നും തന്നെ ചെയ്യാതിരിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു. ഓ നല്ല ഈശോയെ, ഞാൻ എന്താണെന്ന് എന്നെ മനസ്സിലാക്കി തരുന്ന വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഞാൻ നികൃഷ്ടയും പാപിയുമല്ലാതെ മറ്റൊന്നുമല്ല. ഓ എൻ്റെ ദൈവമേ, അങ്ങേ ദ്രോഹിക്കാൻ മാത്രമേ എനിക്ക് സാധ്യമാകൂ. ഓ അനന്ത നന്മയെ, അങ്ങേ ദ്രോഹിക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ എൻ്റെ ദുരിതത്തിന് സാധ്യമല്ല.
ഒരു ദിവസം ഒരു പ്രത്യേക ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാൾ എന്നോട് ആവശ്യപ്പെട്ടു. ഉടനെ തന്നെ കരുണയുടെ കർത്താവിന് ഒരു നവനാൾ നടത്താനും കുർബാന സമയം മുഴുവൻ 2 കാലുകളിലും ചങ്ങല ധരിച്ച് പരിഹാരം ചെയ്യാനും ഞാൻ തീരുമാനമെടുത്തു. അനുവാദം ലഭിക്കുമെന്ന ധാരണയിൽ 3 ദിവസമായി ഈ പരിഹാര പ്രവൃത്തി ഞാൻ ചെയ്യുകയാണെന്ന വിവരം കുമ്പസാരത്തിന് പോയപ്പോൾ ആത്മീയ നിയന്താവിനോട് പറഞ്ഞു. അദ്ദേഹം തടസ്സം പറയുകയില്ലെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ അദ്ദേഹം അത് സമ്മതിച്ചില്ല. അനുവാദം കൂടാതെ ഒന്നും ചെയ്യരുതെന്ന് അദ്ദേഹം ഉപദേശിച്ചു. "ഓ എൻ്റെ ഈശോയെ, വീണ്ടും അത് തന്നിഷ്ടമായിരുന്നല്ലോ. എന്നാൽ എൻ്റെ വീഴ്ചകൾ എന്നെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഞാനൊരു നിർഗിഷ്ടയാണെന്ന് നന്നായി അറിയുന്നു. എൻ്റെ ആരോഗ്യാവസ്ഥ കാരണമാണ് ഈ അനുവാദം എനിക്ക് ലഭിക്കാതിരുന്നത്. അനുവാദം കൂടാതെ കൂടുതൽ വലിയ പരിഹാര പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നതിൽ എൻ്റെ ആത്മീയ പിതാവ് ആശ്ചര്യപ്പെട്ടു. എൻ്റെ തന്നിഷ്ടത്തിന്, അതായത് നേരത്തെ അനുവാദം സ്വയം നിർണയിച്ചതിന് ഞാൻ ക്ഷമ ചോദിച്ചു. ഈ പ്രായശ്ചിത്ത പ്രവൃത്തി മാറ്റി മറ്റൊന്ന് തരാൻ അദ്ദേഹത്തോട് ഞാൻ അപേക്ഷിച്ചു. ആന്തരികമായ പ്രായശ്ചിത്ത പ്രവൃത്തിയായി ആത്മീയ പിതാവ് അത് മാറ്റിത്തന്നു. അതായത് ജ്ഞാനസ്നാനപ്പെടുന്നതിന് കർത്താവ് ഈശോ എന്തുകൊണ്ട് കീഴ്വഴങ്ങി എന്നതിനെപ്പറ്റി വിശുദ്ധ കുർബാന സമയത്ത് ധ്യാനിക്കാൻ ആവശ്യപ്പെട്ടു. ആ ധ്യാനം എനിക്കൊരു പരിത്യാഗമായി തോന്നിയില്ല. കാരണം ദൈവത്തെപ്പറ്റി ചിന്തിക്കുന്നത് എനിക്കൊരു പരിത്യാഗമല്ല, ആനന്ദമാണ്. എന്നാൽ അത് മനസ്സിൻ്റെ പരിത്യാഗമായിരുന്നു. കാരണം ഞാൻ ഇഷ്ടപ്പെട്ടതല്ല, എന്നോട് ആവശ്യപ്പെട്ടതാണ് ഞാൻ ചെയ്തത്. ഇതിലാണ് മാനസിക പരിത്യാഗം അടങ്ങിയിരിക്കുന്നത്. കുമ്പസാരക്കൂട് വിട്ട് എൻ്റെ പരിഹാരം അനുഷ്ഠിക്കാൻ തുടങ്ങിയപ്പോൾ ഈ വാക്കുകൾ ഞാൻ കേട്ടു. ആ ആത്മാവിനു വേണ്ടി നീ ചോദിച്ച കൃപ ഞാൻ നൽകിയിട്ടുണ്ട്. എന്നാൽ നീ തന്നെ നിശ്ചയിച്ച് ചെയ്ത പ്രായശ്ചിത്ത പ്രവൃത്തികളെ പ്രതിയല്ല, പിന്നെയോ എൻ്റെ പ്രതിനിധിയെ പൂർണ്ണമായി അനുസരിച്ചതിനാലാണ്. നീ മാധ്യസ്ഥം പ്രാർത്ഥിച്ച് കരുണ യാചിച്ച ഈ കൃപ ഞാൻ ആ ആത്മാവിന് നൽകിയത്. നീ നിൻ്റെ ഇഷ്ടത്തെ പരിത്യജിക്കുമ്പോൾ ഞാൻ നിന്നിൽ വാഴുന്നു എന്ന് മനസ്സിലാക്കുക. ഓ എൻ്റെ ഈശോയെ, എന്നോട് ക്ഷമിക്കണമേ. ഭാവിയെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ്. എന്നിൽ ആശ്രയിക്കാതെ അവിടുത്തെ കൃപയിലും നീചയായ എന്നോട് കാണിക്കുന്ന അവിടുത്തെ വലിയ നന്മയിലും ഞാൻ ആശ്രയിക്കുന്നതാണ്. മറ്റൊരവസരത്തിൽ ജനങ്ങൾ പതിവായി പ്രാർത്ഥിക്കുവാൻ എന്നെ ഏൽപ്പിക്കുന്ന നിയോഗങ്ങൾ നൽകാൻ കർത്താവ് തയ്യാറാണെങ്കിലും അവ സ്വീകരിക്കാൻ ആത്മാക്കൾ പലപ്പോഴും വിമുഖരാണെന്ന് ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നു. ആത്മാക്കളോടുള്ള, പ്രത്യേകിച്ച് നീചപാപികളോടുള്ള അളവറ്റ കരുണയാൽ എൻ്റെ ഹൃദയം കവിഞ്ഞൊഴുകുന്നു. ഞാൻ അവരുടെ ഏറ്റവും നല്ല പിതാവാണെന്നും നിറഞ്ഞൊഴുകുന്ന കരുണയുടെ സ്രോതസ്സിൽ നിന്ന് അവർക്ക് വേണ്ടിയാണ് രക്തവും വെള്ളവും പുറപ്പെടുന്നതെന്നും അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ കരുണയുടെ രാജാവായി സക്രാരിയിൽ വാഴുന്നത്. ആത്മാക്കളിലേക്ക് എൻ്റെ കൃപകൾ വർഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നെങ്കിലും അത് സ്വീകരിക്കാൻ അവർക്ക് താല്പര്യമില്ല. നീയെങ്കിലും സാധിക്കുമ്പോഴൊക്കെ എൻ്റെ അടുക്കൽ വന്ന് അവർ നിരസിക്കുന്ന ഈ കൃപകൾ സ്വീകരിക്കുക. ഇപ്രകാരം എൻ്റെ ഹൃദയത്തെ നീ ആശ്വസിപ്പിക്കും. ഓ, ഇത്രയധികമായ നന്മയോടും സ്നേഹത്തിൻ്റെ തെളിവുകളോടും എത്രമാത്രം അവഗണനയാണ് ആത്മാക്കൾ കാണിക്കുന്നത്! ഈ ലോകത്തിൽ ജീവിക്കുന്ന ആത്മാക്കളുടെ നന്ദിഹീനതകളുടെയും അവഗണനകളുടെയും കയ്പുനീര് മാത്രമാണ് എൻ്റെ ഹൃദയം അനുഭവിക്കുന്നത്. അവർക്കെല്ലാത്തിനും സമയമുണ്ട്. എന്നാൽ കൃപകൾക്കായി എൻ്റെ അടുത്ത് വരാൻ മാത്രം അവർക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ നിന്നിലേക്ക് തിരിയുന്നു. നിങ്ങളിലേക്ക്, തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളിലേക്ക് എൻ്റെ ഹൃദയം മനസ്സിലാക്കാൻ നിങ്ങൾക്കും കഴിയാതെ വരുമോ? എൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായ സമർപ്പണം കാണാത്തതിനാൽ ഇവിടെയും എൻ്റെ ഹൃദയം നിരാശപ്പെട്ടു പോകുന്നു. എത്രമാത്രം മുൻകരുതലുകളും സന്ദേഹങ്ങളും സംശയങ്ങളും! നിന്നെ ആശ്വസിപ്പിക്കാൻ ഒരു കാര്യം പറയട്ടെ. എന്നെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന ആത്മാക്കളും ഈ ലോകത്തിലുണ്ട്. ഞാൻ അവരുടെ ഹൃദയത്തിൽ ആനന്ദത്തോടെ വസിക്കുന്നു. പക്ഷെ അവർ കുറച്ചു പേർ മാത്രമേയുള്ളൂ. എൻ്റെ ഹൃദയത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന ആത്മാക്കൾ മഠങ്ങളിലുണ്ട്. അവർ എന്നോട് സാരൂപ്യമുള്ളവരായതുകൊണ്ട് സ്വർഗീയ പിതാവ് പ്രത്യേക വാത്സല്യത്തോടെ അവരെ നോക്കിക്കാണുന്നു. മാലാഖമാർക്കും മനുഷ്യർക്കും അവർ ഒരു വിസ്മയമാണ്. അവരുടെ സംഖ്യ വളരെ ചെറുതാണ്. പിതാവായ ദൈവത്തിൻ്റെ നീതിക്ക് മുമ്പിൽ അവർ ലോകത്തിനു വേണ്ടിയുള്ള ഒരു പ്രതിരോധവും കരുണ ലഭിക്കാനുള്ള മാർഗവുമാണ്. ഈ ആത്മാക്കളുടെ സ്നേഹവും ത്യാഗവുമാണ് ലോകത്തെ താങ്ങി നിർത്തുന്നത്. ആത്മാവിൻ്റെ, പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആത്മാവിൻ്റെ അവിശ്വസ്തത എൻ്റെ ഹൃദയത്തെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നു. അപ്രകാരമുള്ള അവിശ്വസ്തതകൾ എൻ്റെ ഹൃദയത്തെ കുത്തിപ്പിളർക്കുന്ന കഠാരകളാണ്.
ജാനുവരി 29, 1935 ചൊവ്വാഴ്ച രാവിലെ ധ്യാന സമയത്ത് പരിശുദ്ധ പിതാവ് ബലിയർപ്പിക്കുന്നതിൻ്റെ ഒരു ആത്മീയ ദർശനം എനിക്ക് ലഭിച്ചു. സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലിയ ശേഷം അദ്ദേഹത്തോട് പറയാൻ ഈശോ എന്നെ ചുമതലപ്പെടുത്തിയിരുന്ന കാര്യത്തെപ്പറ്റി അദ്ദേഹം ഈശോയോട് സംസാരിച്ചു. ഞാൻ പരിശുദ്ധ പിതാവിനോട് നേരിട്ട് ഇതേപ്പറ്റി സംസാരിച്ചിരുന്നില്ലെങ്കിലും മറ്റാരോ, ഫാദർ സപ്പോച്കോ, ഇതേപ്പറ്റി സംസാരിച്ചിരുന്നു. ആ സമയത്ത് ഇക്കാര്യത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് പരിഗണിക്കുകയാണെന്ന ഒരു ആത്മീയ അറിവ് എനിക്കുണ്ടായി. ഈശോയുടെ ആഗ്രഹപ്രകാരം എല്ലാം വേഗം ക്രമീകരിക്കപ്പെടുമെന്ന് ഞാൻ പ്രത്യാശിച്ചു. 8 ദിവസത്തെ ധ്യാനത്തിന് മുമ്പ് ധ്യാന ദിവസങ്ങളിൽ പ്രത്യേക പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യാനുള്ള അനുവാദം എൻ്റെ ആത്മീയ പിതാവിനോട് ഞാൻ ചോദിച്ചു. ഞാൻ ചോദിച്ചതിനെല്ലാം അനുവാദം ലഭിച്ചില്ലെങ്കിലും ചിലത് മാത്രം അനുഷ്ഠിക്കാൻ അദ്ദേഹം അനുവദിച്ചു. കർത്താവ് ഈശോയുടെ പീഡാസഹനത്തെപ്പറ്റി 1 മണിക്കൂർ ധ്യാനിക്കാനും ഒരു പ്രത്യേക എളിമപ്രവൃത്തി ചെയ്യാനുമുള്ള അനുമതി ലഭിച്ചു. ഞാൻ ചോദിച്ചതിനെല്ലാം അനുവാദം ലഭിക്കാത്തതിൽ എനിക്ക് അല്പം അസംതൃപ്തി തോന്നി. മഠത്തിൽ മടങ്ങിയെത്തിയപ്പോൾ ചാപ്പലിൽ കയറി ഞാൻ അല്പസമയം പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ അന്തരാത്മാവിൽ ഞാൻ ഇപ്രകാരം കേട്ടു: 1 വർഷം മുഴുവനുമുള്ള രക്തമൊലിപ്പിക്കുന്ന ചാട്ടവാറടിയേക്കാൾ വൈശിഷ്ട്യം എൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് 1 മണിക്കൂർ ധ്യാനിക്കുന്നതിനുണ്ട്. എൻ്റെ വേദനാജനകമായ മുറിവുകളെപ്പറ്റിയുള്ള ധ്യാനം നിനക്ക് വളരെ ഗുണം ചെയ്യും. എനിക്ക് അത് വളരെ സന്തോഷം പ്രദാനം ചെയ്യും. നീ ഇപ്പോഴും നിന്റെ തന്നിഷ്ടങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ലെന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. എന്നാൽ ഈ ധ്യാനത്തിൽ ഈ രൂപാന്തരീകരണം നടക്കുമെന്നത് എന്നെ വളരെയധികമായി ആനന്ദിപ്പിക്കുന്നു. ആ ദിവസം തന്നെ പള്ളിയിൽ ഞാൻ കുമ്പസാരത്തിനായി കാത്തു നിൽക്കുമ്പോൾ അരുളക്കയിൽ നിന്ന് അതേ രശ്മികൾ പ്രവഹിച്ച് പള്ളി മുഴുവൻ വ്യാപിക്കുന്നത് ഞാൻ കണ്ടു. ആ ശുശ്രൂഷയുടെ സമയം മുഴുവൻ അത് നിലനിന്നു. ദിവ്യകാരുണ്യ ആശീർവാദത്തിന് ശേഷം 2 വശത്തേക്കും പ്രവഹിച്ച രശ്മികൾ വീണ്ടും അരുളക്കയിലേക്ക് തന്നെ മടങ്ങി വന്നു. അത് ശോഭയേറിയതും സ്ഫടികം പോലെ സുതാര്യവുമായിരുന്നു. മന്ദത പ്രാപിച്ച എല്ലാ ആത്മാക്കളിലും അവിടുത്തെ സ്നേഹജ്വാല കൊളുത്താൻ അവിടുന്ന് കനിയുകയാണോ എന്ന് ഞാൻ ഈശോയോട് ചോദിച്ചു. ഐസ് കട്ട പോലെ തണുത്ത് മരവിച്ച ഹൃദയം പോലും ഈ രശ്മിയേറ്റാൽ ഊഷ്മളമാകും. പാറ പോലെ കഠിനമായത് പൂഴി പോലെ തകർന്ന് തരിപ്പണമാകും. വിൽന്യൂസ്, ഫെബ്രുവരി 4, 1935 8 ദിവസത്തെ ധ്യാനം. ഈശോയെ, കരുണയുടെ രാജാവേ, അങ്ങയോട് കൂടെ മാത്രമായിരിക്കാനുള്ള സമയം വീണ്ടും സമാഗതമായി. ആയതിനാൽ അവിടുത്തെ ഹൃദയത്തിൽ ജ്വലിക്കുന്ന മുഴുവൻ സ്നേഹത്താൽ എൻ്റെ സ്വാർത്ഥ സ്നേഹത്തെ പൂർണ്ണമായി നശിപ്പിച്ച് കളയണമെന്ന് ഞാൻ യാചിക്കുന്നു. പകരം എൻ്റെ ഹൃദയത്തിൽ അവിടുത്തെ പരിശുദ്ധമായ സ്നേഹനാളം കൊളുത്തണമേ. വൈകിട്ട് സമ്മേളനത്തിന് ശേഷം ഞാൻ ഈ വാക്കുകൾ ശ്രവിച്ചു: ഞാൻ നിൻ്റെ കൂടെയുണ്ട്. എൻ്റെ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ നിൻ്റെ ശക്തി നഷ്ടപ്പെടാതിരിക്കാൻ ഈ ധ്യാന സമയത്ത് ഞാൻ നിന്നെ സമാധാനത്താലും ധൈര്യത്താലും ശക്തിപ്പെടുത്തും. അതിനാൽ ഈ ധ്യാനത്തിൽ നീ നിൻ്റെ ഇഷ്ടങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കും. പകരം എൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിന്നിൽ നിറവേറും. നിനക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക. അതിനാൽ ഒരു വെള്ളക്കടലാസിൽ ഈ വാക്കുകൾ എഴുതുക: ഇന്ന് മുതൽ എൻ്റെ സ്വന്തം ഇഷ്ടം നിലനിൽക്കുന്നതല്ല. പിന്നീട് ആ പേജ് വെട്ടിക്കളയുക. മറുവശത്ത് ഈ വാക്കുകൾ എഴുതുക: ഇന്ന് മുതൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലാ കാര്യത്തിലും ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റും. ഒന്നിനെയും ഭയപ്പെടേണ്ട. സ്നേഹം നിന്നെ ശക്തിപ്പെടുത്തുകയും ഇതിൻ്റെ നടത്തിപ്പ് എളുപ്പമാക്കി തീർക്കുകയും ചെയ്യും. സ്നേഹം ജീവിത ലക്ഷ്യമായി തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ധ്യാനത്തിൽ, അതായത് ആത്മാവ് സ്നേഹിക്കേണ്ടിയിരിക്കുന്നു, സ്നേഹിക്കുക എന്നത് അതിന് അനിവാര്യമാണ്. ആത്മാവ് തൻ്റെ സ്നേഹത്തിൻ്റെ അരുവിയുടെ ഗതി ചെളിയിലേക്കോ ശൂന്യതയിലേക്കോ അല്ല, ദൈവത്തിലേക്ക് മാറ്റിവിടണം. ഇതേക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഞാൻ എത്രമാത്രം ആനന്ദിക്കുന്നു. കാരണം അവിടുന്ന് തന്നെ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുവെന്ന് സ്പഷ്ടമായി ഞാൻ അറിയുന്നു. ഈശോ മാത്രം. ദൈവവുമായി ഐക്യപ്പെടാൻ എന്നെ സഹായിക്കുന്ന തോതിൽ മാത്രമാണ് ഞാൻ സൃഷ്ടികളെ സ്നേഹിക്കുന്നത്. എല്ലാ മനുഷ്യരിലും ദൈവത്തിൻ്റെ ഛായ കാണുന്നത് കൊണ്ടാണ് ഞാൻ അവരെ സ്നേഹിക്കുന്നത്. വിൽന്യൂസ്, ഫെബ്രുവരി 4, 1935 ഇന്ന് മുതൽ എൻ്റെ സ്വന്തം ഇഷ്ടം നിലനിൽക്കുന്നില്ല. അത് വെട്ടിക്കളഞ്ഞിരിക്കുന്നു. കർത്താവ് ആവശ്യപ്പെട്ട പ്രകാരം എൻ്റെ സ്വന്തം ഇഷ്ടത്തെ വെട്ടിക്കളയാൻ ഞാൻ മുട്ടുകുത്തിയ നിമിഷം എൻ്റെ അന്തരാത്മാവിൽ ഞാൻ ഈ സ്വരം കേട്ടു: ഇന്ന് മുതൽ ദൈവത്തിൻ്റെ ന്യായവിധിയെ നീ ഭയപ്പെടേണ്ട. എന്തെന്നാൽ നീ വിധിക്കപ്പെടുകയില്ല. വിൽന്യൂസ്, ഫെബ്രുവരി 4, 1935
ഇന്നു മുതൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളിലും ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റും.